വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ നമ്മൾ മലേഷ്യക്ക് പോവാട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതിനുള്ള പെട്ടി പാക്ക് ചെയ്യണ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു 7 kg ആണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം അതിന് പറ്റുന്ന രീതിയിൽ നമ്മുടെ പെട്ടി ഒന്ന് ഒതുക്കണം. എനിക്ക് തോന്നുന്നു ഈ പെട്ടി തന്നെ ഒരു 1.5-2 കിലോ ഉണ്ട്. ഇതാണ് എൻ്റെ പെട്ടി വരുന്നത്. അപ്പോൾ ഞാൻ ഏതൊക്കെയോ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ട് അവരെ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പെട്ടിയാണ്. ഞാൻ അങ്ങനെ ആമസോണിൽ ബുക്ക് ചെയ്തതാണ്. 2 പെട്ടി ബുക്ക് ചെയ്തു, ഒന്ന് അവനെയും ഒന്ന് എനിക്കും. അപ്പം പെർ പേഴ്സൺ ഒരു 7 കിലോയാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഒതുക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഈ ട്രാവൽ ഏജൻസി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെർ പേഴ്സൺ 35,000 ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഈ ട്രാവലിംഗ്, അതായത് എയർലൈൻ ടിക്കറ്റ്സ്, അതുപോലെ തന്നെ നമുക്ക് താമസിക്കാനുള്ള ഹോട്ടൽ റൂംസ് എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഫുഡ് മാത്രമാണ് ഇതിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത്. ഇതിപ്പോൾ ആ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ക്രെഡിറ്റ് കാർഡിനും അതുപോലെ ഡെബിറ്റ് കാർഡിനും ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാർഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന പേയ്മെൻറ്റ്. അതുകൊണ്ട് എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റും, അതായത് ബ്രേക്ക്ഫാസ്റ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 3 ദിവസം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും 1 ദിവസം എനിക്ക് ലഞ്ചും ആണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കി പിന്നെ 2 സ്ഥലത്തോട്ടുള്ള എൻട്രി ഫീസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പോകുന്ന ട്രാവൽ ഏജൻസിയിലെ ഡീറ്റെയിൽസ് വരുന്നത്. അപ്പം ഇനി പെട്ടി പാക്കിങ്ങിലോട്ട് കടക്കാട്ടോ നമുക്ക്. അപ്പോൾ ഓരോ ഡ്രസ്സ് മടക്കുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷെ എനിക്ക് പറ്റിയില്ല അതിനെ. അപ്പോൾ തന്നെ ടോട്ടൽ നമ്മൾ ഒരു സൈഡ് മൊത്തം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ള് നമ്മൾ ഡ്രസ് ഐറ്റംസ് ആണ് ഈ ഒരു സൈഡ് ഫുള്ള് വെച്ചേ. അപ്പോൾ അവിടെ നമ്മൾ ടോട്ടൽ ഒരു 4 ഡേയും 3 നൈറ്റുമാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 2 ഡ്രസ് ടൈപ്പ്, അതായത് ഫസ്റ്റ് ഡേയും സെക്കൻഡ് ഡേയും ഞാൻ ഡ്രസ്സും, പിന്നെ അതുപോലെ തന്നെ 3rd ഡേ ഞാനൊരു ജംസ്യൂട്ട്, പിന്നെ 4th ഡേ ഞാനൊരു ജീൻസും ഷർട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഞാൻ എക്സ്ട്രാ കുറച്ച് ഡ്രസ്സുകളും വെച്ചിട്ടുണ്ട്, ടീഷർട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പാക്കറ്റ് ഫുള്ള്, ഈ ഒരു ബാഗ് ഫുള്ള് ഞാൻ ഇന്നേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നൈറ്റ് ഡ്രസ്സ് വെക്കുന്നുണ്ട്, ടീഷർട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ജോഡി നൈറ്റ് ഡ്രസ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ സൈഡ് ഫുള്ള് നമ്മുടെ ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ എനിക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഒരു ജോഡി ചെരുപ്പ് ഞാൻ എക്സ്ട്രാ എടുക്കുന്നുണ്ട്, പിന്നെ സ്ട്രെയിറ്റ്നർ എടുക്കുന്നുണ്ട്, പിന്നെ അതുപോലെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, ചീർപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ഒരു ബാഗിൽ കുറച്ച് സ്കിൻ കെയർ, അതായത് ഫേസ് വാഷ്, സൺസ്ക്രീൻ അങ്ങനത്തെ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഈ ഒരു പെട്ടിയിലുള്ളത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിൻ്റെ എൻ്റെ പരിശ്രമം കൊണ്ട് എൻ്റെ പെട്ടി ഫുള്ള് പാക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ആ ഒരു ചെറിയ ബാഗ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ഫേസ് വാഷൊക്കെ ഇട്ട് വെച്ചത്, അത് ഞാൻ വിചാരിച്ചു ഹാൻഡ് ബാഗിൽ വെക്കാമെന്ന്. കാരണം അത് നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്ക് മേ ബി അത്യാവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് അതങ്ങനെ ഹാൻഡ് ബാഗിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനിയാണ് അടുത്ത ടാസ്ക്. വേറെ ഒന്നുമല്ല, നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഒതുക്കി ഇതൊക്കെ 7 കിലോനെ അണ്ടറിലാണോ വന്നിട്ടുള്ളതെന്നൊന്ന് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ എയർപോർട്ടിൽ പോകുമ്പോൾ നമ്മൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാനത് ചെക്ക് ചെയ്ത് നോക്കി, 7 കിലോനെ അണ്ടറിലാണ് വരണേ. അപ്പോൾ ഇത്തിരി ആശ്വാസമായിട്ട് എനിക്ക്. ഈ പ്രൊഡക്റ്റ് ഈ ട്രാവൽ ചെയ്യണവർക്കൊക്കെ നല്ലൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മുടെ ഈ പെട്ടിയുടെ വെയിറ്റൊക്കെ നമുക്ക് നോക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇതേ ഞാൻ ഈ ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്, ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. വേറെ ഒന്നും വെക്കാനല്ല, പാസ്പോർട്ടും പിന്നെ ഡോക്യുമെൻറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, പേഴ്സ് അതൊക്കെ വെക്കാനാട്ടോ ഇതെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തൂക്കി നോക്കിയപ്പോൾ ഏകദേശം ഒരു 6.2 6.3 അതങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ട്, അത് നമ്മൾ തൂക്കണതിൻ്റെ ഒരു ഇതും കൂടി ഉണ്ടാവും. ഓക്കെ, ഒരു 6.3 എടുക്കാം. നമുക്ക് 7 കിലോ കൊണ്ടുപോകാമല്ലോ. അപ്പോൾ ഒരു 6.3 എടുക്കാം. അപ്പോൾ അത്രയാണ് വന്നിട്ടുള്ളൂ പെട്ടിയിൽ എന്തായാലും. പിന്നെ ഞാനൊരു ചെറിയൊരു ഹാൻഡ് ബാഗ് എടുക്കുന്നുണ്ട്, പാസ്പോർട്ട് അതുപോലെ തന്നെ നമ്മുടെ മണി അതൊക്കെ വയ്ക്കാനായിട്ട്. അപ്പം അത്രയൊക്കെയാണ് പെട്ടി പാക്കിങ്ങിൽ വരുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും ഞാൻ ബാഗേജ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റിൽ കയറിയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. സൈറ്റിൽ കയറി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റേറ്റ് കുറവിൽ കിട്ടും. നമ്മൾ എയർപോർട്ടിൽ പോയതിന് ശേഷമാണ് ചെയ്യുന്നതെങ്കിൽ റേറ്റ് കൂടുതലായിരിക്കും. അവർ ഓരോ കിലോയ്ക്കാണ് അവർ റേറ്റ് പറയുക. അപ്പോൾ ഞാൻ സൈറ്റിൽ ഇതിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഒരു 1300 രൂപ ഒക്കെ കൊടുക്കുമ്പം നമുക്കൊരു 7 കിലോയും കൂടി എക്സ്ട്രാ മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ റിട്ടേൺ വരുന്ന ഇതിൽ ഞാനൊരു 7 kg കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ ഓക്കെ ആയിരിക്കില്ല. കാരണം ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ എൻ്റെ 6.3 കിലോ ഉണ്ട്. അപ്പോൾ എന്തായാലും തികയെന്ന് തോന്നണില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്.
പിന്നെ നമ്മൾ അവിടെ പോകുമ്പോൾ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ റൂം ബുക്ക് ചെയ്യുന്നിടത്ത് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ നമുക്ക് ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു 300 റിംഗറ്റ് കൊടുക്കണം. അത് അവരത് കഴിഞ്ഞിട്ട് തിരിച്ചു തരും. അതായത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവർ തിരിച്ചു തരും. 4ാമത്തെ ദിവസം ചെക്കൗട്ട് ചെയ്യുമ്പോൾ അവർ തിരിച്ചു തരും. അപ്പോൾ 300 റിംഗറ്റ് നമ്മൾ ക്യാഷ് ആയിട്ട് തന്നെ, നമ്മൾ ലിക്വിഡ് ആയിട്ട് തന്നെ കൊടുക്കണം. നമുക്ക് കാർഡൊന്നും അക്സെപ്റ്റബിൾ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു 900 റിംഗറ്റ് ഞാനൊരു ലിക്വിഡ്, അതായത് നമ്മൾ ക്യാഷ് ആയിട്ടും, അതായത് നമ്മൾ ലിക്വിഡ് മണി ആയിട്ടും, അതുപോലെ തന്നെ നമ്മൾ കാർഡിൽ ഒരു 400 സംതിങ് റിംഗറ്റ് നമ്മൾ കാർഡിലും കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായാലും ചില സ്ട്രീറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പം അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ കാർഡ് അക്സെപ്റ്റ് ചെയ്യാത്ത സ്ഥലത്ത് നമുക്ക് എന്തായാലും ക്യാഷ് കൊടുക്കേണ്ട കാരണമാണ് ഞാൻ ക്യാഷ് കുറച്ച് അധികമായിട്ട് എടുത്തത്. പിന്നെ കാർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കാർഡ് യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാർഡും ഞാൻ പോകുമ്പോൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ മണി എക്സ്ചേഞ്ച് ചെയ്തത് ഫുള്ള് യൂണി മണിന്നാണ് എക്സ്ചേഞ്ച് ചെയ്തത്. ഇവിടെ പാലക്കാട് തന്നെയുള്ള ഇവിടുന്നാണ് എക്സ്ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. പെട്ടി പാക്ക് ചെയ്തു, ബാഗും പാക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി മുന്നേ കുറച്ച് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ കൊണ്ടുപോകണം. കാരണം എനിക്കറിയാം ഞാൻ ലാസ്റ്റ് മൊമെൻറ്റേ ഞാൻ ഒതുക്കുള്ളൂ എന്ന് എനിക്കറിയണോണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഓർമ്മ കിട്ടില്ല പലതുമല്ലോ. അപ്പം ഞാൻ എല്ലാം ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എന്താ പറയുക, നേരെ എൻ്റെ വീട്ടിലോട്ട് പോവും. അവിടെ നിന്ന് നാളെ നമ്മൾ നേരെ എയർപോർട്ടിലോട്ട് പോവും. അതാണ് നമ്മുടെ പ്ലാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.